നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് പയ്യോളിൽ നിന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. 7 മാസം ഗർഭിണിയായിരിക്കെ മരിച്ച ഷമീമ എന്ന 28-കാരി ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. കൊയിലാണ്ടി അരിക്കുളത്തെ വാടക വീട്ടിൽ അബോധാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷമീമയെ ബന്ധുക്കൾ എത്തിച്ചിരുന്നു. ചികിത്സയിലിരിക്കെയാണ് പയ്യോളി സ്വദേശിനി മരിച്ചത്. 1.5 മാസം മുൻപാണ് സംഭവം ഉണ്ടായത്. ഷമീമയെ മാതാവ് അസ്മ അബോധാവസ്ഥയിൽ കാണുകയുണ്ടായി. മകളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. തുടർന്ന് നേരിട്ട് അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അബോധാവസ്ഥയിൽ മകൾ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. വെന്റിലേറ്ററിൽ 1.5 മാസത്തോളം ചികിത്സയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഷമീമ മരണത്തിന് കീഴടങ്ങിയത്. ഡോക്ടർമാർ പറഞ്ഞത് വയറ്റിലെന്തോ കറുത്ത വസ്തു കണ്ടതായും വിഷമുള്ളിൽ ചെന്നോ എന്ന് സംശയമുണ്ട് എന്നുമാണ്. പിന്നാലെ തലച്ചോറിനുൾപ്പെടെ ക്ഷതം സംഭവിച്ചുവെന്നുമാണ് ബന്ധുക്കൾ അറിഞ്ഞത്. ഭർത്താവ് അരിക്കുളം സ്വദേശി നവാസ് ഈ ഷമീമയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കൂടി ബന്ധുക്കൾ പങ്കുവയ്ക്കുകയുണ്ടായി. ശാരീരിക മാനസിക പീഡനങ്ങൾ ഇവ ഏൽപ്പിച്ചിരുന്നുവെന്നും യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുകയുണ്ടായി. 1 വർഷം മുൻപ് ആദ്യ വിവാഹത്തിലെ മകളുടെ മുൻപിലിട്ട് കൊലപ്പെടുത്താനും ഈ ഷമീമയെ നവാസ് ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഓട്ടോയുമായി വന്ന് ഇയാൾ ഷമീമയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അന്ന് കൈകൾക്കും കാലിനും സാരമായി പരിക്കേറ്റു ഷമീമയ്ക്ക്. അന്ന് കുടുംബാംഗങ്ങൾ ചേർന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു. പക്ഷേ നവാസിൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും പിന്നീടുണ്ടായില്ല. മാത്രമല്ല, ഷമീമ ആശുപത്രിയിൽ കിടക്കുന്ന സമയം 3 ദിവസം വന്നു ഇയാൾ. പിന്നെ വന്നതേയില്ല. അതായത് 1 മാസത്തോളം ഷമീമ ആശുപത്രിയിൽ കിടന്നു. പക്ഷേ 3 ദിവസം മാത്രമേ വന്ന് നോക്കിയുള്ളൂ. അതിനുശേഷം വന്നിട്ടില്ല എന്നും ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ്. മരിക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് ഷമീമയുടെ ഫോൺ കൈവശം വെച്ച സഹോദരൻ ഷാമിലിനെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊയിലാണ്ടി കുറുവങ്ങാട് വെച്ച് മർദ്ദിച്ചിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളും ഇപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. സംഭവത്തിൽ ഷാമിലിൻ്റെ കൈക്ക് 4 തുന്നലുകളാണ് ഇട്ടത്. അത്തരത്തിൽ ക്രൂരമർദ്ദനമാണ് ഏൽപ്പിച്ചത്. ഷമീമയുടെ മരണത്തെ തുടർന്ന് പരാതി നൽകിയ ബന്ധുവിനെതിരെ നവാസ് വധഭീഷണി മുഴക്കിയെന്നതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തലുകളും ഉണ്ടായിരിക്കുകയാണ്. നവാസിൻ്റേതും ഷമീമയുടേതും പ്രണയ വിവാഹമായിരുന്നു. മരണത്തിൽ സംശയമുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷമീമയുടെ കുടുംബം കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നവാസിൽ നിന്നും നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഷമീമ എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ പറയുന്നത്. ഗൾഫിലായിരുന്ന സഹോദരനെ വിളിച്ച് ഈ പീഡനത്തെക്കുറിച്ചെല്ലാം ഷമീമ പറഞ്ഞിരുന്നു. എല്ലാം സഹിക്കുകയായിരുന്നു. സ്വന്തമായി വീടുമില്ല. അതുകൊണ്ട് തന്നെ ഷമീമ ഭർത്താവിൻ്റെ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ആ കുടുംബത്തിൽ തന്നെ കഴിയുകയായിരുന്നു. തലച്ചോറിനുൾപ്പെടെ ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ള ഉപദ്രവം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷമീമയുടെ 2ാം വിവാഹമായിരുന്നു ഇത്. അന്നു മുതൽ നവാസിൽ നിന്ന് കടുത്ത പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്ന് സഹോദരനും ബന്ധുക്കളും അടക്കമുള്ളവർ വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും സഹോദരിക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.